വയനാട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ടോ? പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യോ മൻസൂർ ഭായി? ചെയ്യും 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 സ്ത്രീകൾ ഭരിക്കാൻ പാടില്ല എന്ന് ഖുറാനിൽ എന്തോ ഒരു ആയത്തില്ലേ മൻസൂർ ഭായി? അതൊന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഇല്ലേ, അങ്ങനെ ഒരു സാധനം ഇല്ല. അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ മൻസൂർ ഭായി അതൊന്നും വിഷയമില്ല. ഇത് പ്രായോഗികം അല്ലെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇന്നത്തെ ലോകത്ത് അത് പ്രാക്ടിക്കൽ അല്ലാതെ മൻസൂർ ഭായി വിശ്വസിക്കുന്നുണ്ടോ? ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ചത്. ഇല്ല, അത് ഇസ്ലാമിന്റെ രാഷ്ട്രീയമാണ്. ഇസ്ലാമിന്റെ രാഷ്ട്രീയം ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഖുറാനിൽ എഴുതി ഇപ്പോഴത്തെ വെച്ചിട്ടുള്ളതല്ലയോ? കാലത്തും അത് ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് പ്രായോഗികമല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. പറഞ്ഞോട്ടെ. അതായത് ഇതിനിടയിൽ മൻസൂർ പല സൈഡിലോട്ട് വാരി എറിയാൻ ഒരു കാര്യത്തെ കുറിച്ച് പറയാം. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ആൾക്കാരാണ് മക്കളെ ഇവർ എന്ന് പറഞ്ഞ അദ്ദേഹം വേദനയോടെ പറഞ്ഞ് ഞാൻ കേട്ടു. ഇതിനകത്ത് അദ്ദേഹത്തോട് ഞാൻ ഒന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഇത് പറഞ്ഞാലും അദ്ദേഹം നാളെ രാവിലെ വന്ന് ഇവിടെ വീണ്ടും തനനാനനാന്ന് മറ്റേ കുഞ്ചൻ പാട്ട് പാടുന്ന പോലെ പറയും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നില്ല. ഇവിടെ ഇത് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഒരു ബ്രിട്ടീഷ് സർവീസിലുണ്ടായിരുന്ന ഒരാള് തുടങ്ങി എന്നുള്ളതല്ല. ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയപ്പോഴും അവരുടെ ഒരു പാവ ഗവൺമെന്റിനെ ഇവിടെ പ്ലാൻ ചെയ്യുന്നതിൽ 100% അവർ വിജയിച്ചു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പ്രാദേശിക കമ്മിറ്റി പോലും തെരഞ്ഞെടുത്ത 15-ൽ 13 വോട്ടും 12 വോട്ടും കിട്ടി തെരഞ്ഞെടുത്ത ഒരു വ്യക്തിനെ ഒഴിവാക്കിയിട്ട് അവർക്ക് വേണ്ടപ്പെട്ട ഒരു പാവ ഗവൺമെന്റിനെ പ്രതിഷ്ഠിക്കുന്നതിൽ അവർ പൂർണ്ണമായിട്ട് വിജയിച്ചു. ഇപ്പോൾ ഈ നെഹ്റു ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് ത്രെട്ടായിട്ടുള്ളത് വളരെ ചുരുക്കം ചില ത്രെട്ടാകുമായിരുന്നത് വളരെ ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമാണ്. പ്രത്യേകിച്ചും മൗണ്ട് ബാറ്റനെ ഷേവ് ചെയ്ത് കൊടുക്കുമ്പോഴുള്ള ആ സമയത്ത് മാത്രമൊക്കെയാണ് ഒരു ത്രെട്ട്, അവർക്കൊരു അപകടം പറ്റാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഭീഷണി നിലനിന്നിരുന്ന ഒരു സമയം. ബാക്കി ഒരു സമയത്തും ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊരു തെളിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു പാവ ഗവൺമെന്റിനെ ഇവിടെ സ്ഥാപിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് എന്താ പറയുക, ബ്രിട്ടീഷ് ആർമി ചീഫ് 1950 വരെ ഇവിടെ നിന്നു എന്നുള്ളത്. 50 വരെ. പിന്നെ അത് മാത്രമല്ല 54 വരെ ബ്രിട്ടീഷ് എയർഫോഴ്സും ഇവിടെ ഉണ്ടായിരുന്നു. 1958 വരെ റെഗുലറായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിലേക്ക് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോയിക്കൊണ്ടിരുന്നു. അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പാവ ഗവൺമെന്റിന് ഒട്ടും ആത്മവിശ്വാസം ഉണ്ടാവില്ലേ. അപ്പൊ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കഴിവിൽ ഒട്ടും ആത്മവിശ്വാസം ഇല്ല, എപ്പോഴും മാസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ട കൂട്ടക്കൊലകളൊക്കെ ചെയ്ത ബ്രിട്ടീഷ് ആർമിയിൽ ഉണ്ടായിരുന്നിട്ടുള്ള ആളുകളെ പ്രൊമോഷനോടുകൂടി എന്താ പറയാ പെൻഷനും കൊടുത്ത് തീറ്റിപ്പോറ്റിക്കൊണ്ടിരുന്നത്. അതേ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയിട്ടുള്ള സുഭാഷ് ചന്ദ്രബോസിനെയൊക്കെ വിചാരണ ചെയ്യാനാണ് ഇവർ കൂട്ടുന്നത്. അതൊക്കെയാണ് ഇവര് പാവ ഗവൺമെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന തെളിവുകൾ. പിന്നെ അത് മാത്രമല്ല, ഇവര് പാവ ഗവൺമെന്റ് ആയതുകൊണ്ടല്ലേ മറ്റ് യൂറോപ്യൻ ശക്തികൾ നിയന്ത്രിച്ചിരുന്ന പ്രദേശങ്ങളൊന്നും ഇന്ത്യയായിട്ട് കൂട്ടിച്ചേർക്കാൻ ഇവരെ കൊണ്ട് കഴിവില്ലാതായത്. അപ്പോൾ ഇവര് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എന്ന പാർട്ടി തുടങ്ങിയത് ഒരു ബ്രിട്ടീഷാണ്, അധികാരത്തിൽ വെച്ചതും ബ്രിട്ടീഷുകാരാണ്. ഇന്ന് അതിനെ നിയന്ത്രിക്കുന്നത് സോറോസിന്റെ ലക്ഷ്യങ്ങളുമാണ്. സോറോസിന്റെ ലക്ഷ്യവും കോൺഗ്രസിന്റെ സ്വപ്നവും പിന്നെ ജിഹാദികളുടെ കൂട്ടും. ഇവര് തമ്മിലുള്ള ബീജപരമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നാട്ടുകാരൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ബീജങ്ങൾ, ഇവരുടെ 3 കൂട്ടരുടെയും ബീജങ്ങൾ തമ്മിലുള്ള ബന്ധം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഇപ്പോൾ ഇവര് ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇപ്പോൾ കേന്ദ്രത്തിലെ കോൺഗ്രസ് ആയിക്കോട്ടെ, കേരളത്തിലെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഇവര് അവസാന ഘട്ടത്തിലേക്ക് എത്തി. ഇത്തവണയും കൂടി പിടിച്ചില്ലെങ്കിൽ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്ന് ഇവർക്ക് തന്നെ മണത്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് എല്ലാ മുള്ളും മൂർഖൻ പാമ്പും ഇപ്പൊ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു മീഡിയ നരേറ്റീവ് ഉണ്ടാക്കുന്നത്. ആ മീഡിയ നരേറ്റീവ് ഉണ്ടാക്കുന്നതിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പോൾ മീഡിയ നരേറ്റീവ്, ഇപ്പോൾ ഇവർ ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും കോൺഗ്രസിന്റെ മാത്രം ബുദ്ധിയല്ല. ഇപ്പോൾ കർണാടകയിലെ അവരുടെ എന്താ പറയുക പ്രാദേശിക റിസർവേഷൻ, ഇതൊക്കെ കോടതിയിൽ നമ്മുടെ ഭരണഘടനാ തത്വങ്ങൾക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ഇവരിപ്പോൾ ബില്ല് പാസ്സാക്കിയാലും ശരി, നിയമം കൊണ്ടുവന്നാലും ശരി, ഇതൊക്കെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെടുകയും വെറുതെ ഒരു കടലാസ് കഷ്ണം പോലെ തൂക്കി എറിയപ്പെടുന്ന സാധ്യതകളാണ്. ഇതൊന്നും ഇവരൊക്കെ ഈ പറഞ്ഞിട്ടുള്ള കർണാടകയിലുള്ളവരൊക്കെ എന്താ പൊട്ടന്മാരാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് സ്വയം
കുഴി തോണ്ടാൻ, അവിടെയുള്ള ഇൻഡസ്ട്രീസിനൊക്കെ ആട്ടി ഓടിക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ വിദേശ ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും ഇതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത് ജനിക്കുമ്പോൾ തന്നെ കൊച്ചു മരിക്കുമോ? അല്ല, ജനിക്കുമ്പോൾ തന്നെ കൊച്ചു മരിക്കുമോ? അപ്പോൾ ഇത് പുറത്തുനിന്നുള്ള ആളുകൾ തന്നെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഇവർക്ക് ഇന്ത്യയിൽ അധികാരം കിട്ടി കഴിഞ്ഞാൽ ഇവർ ചെയ്യാൻ പോകുന്നത്. ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഓടിക്കുക, മറ്റ് രാജ്യങ്ങളിലേക്ക് ഓടിക്കുക, ഇവിടെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാക്കുക, മറ്റൊരു പാകിസ്ഥാൻ, ശ്രീലങ്ക പോലുള്ള ഒരു പോലെ ആക്കുക, എന്നിട്ട് അതിൽ നിന്ന് ബെനിഫിറ്റ് എടുത്തിട്ട് ഭരിക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് സുപ്രീം കോടതിയിലൊക്കെ ചലഞ്ച് ചെയ്യാം. എങ്കിലും നമ്മൾ ഇതിൽ ഭയങ്കരമായിട്ട് പരാജയപ്പെടുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിനൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് പരാജയപ്പെടുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലീഗൽ സിസ്റ്റത്തിനെയും സോഷ്യൽ മീഡിയനെയും വെപ്പണൈസ് ചെയ്യാത്തതുകൊണ്ടാണ്. പബ്ലിക്, നാഷണലിസ്റ്റ്, ഈവൻ നാഷണലിസ്റ്റ് പാർട്ടീസ് ലൈക്ക് BJP അല്ലെങ്കിൽ സോഷ്യൽ സംഘടനയായിട്ടുള്ള RSS, ഇവരൊന്നും നിയമത്തിനെയും സോഷ്യൽ മീഡിയനെയും വെപ്പണൈസ് ചെയ്യാതെ ഇന്റേണൽ ത്രെട്ടിനെ നേരിടാൻ സാധിക്കില്ല, എക്സ്റ്റേണൽ ത്രെട്ടിനെ നേരിടാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ചെറിയൊരുതായിട്ട് പിന്നാക്കാൻ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള മീഡിയകളൊക്കെ മുഖേന നമുക്ക് പരമാവധി ശ്രമിക്കുക. അപ്പോൾ ഇപ്പോൾ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഈ കോൺഗ്രസ് ആണ് നമ്മുടെ ഈ നാടിൻ്റെ ശാപം. അതിനെ ഇല്ലായ്മ ചെയ്യാതെ ഈ രാജ്യത്തിന് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇത് ഉള്ളിടത്തോളം, എന്താ പറയുക, ഇത് ക്യാൻസറായിട്ട് ഉള്ളിടത്തോളം കാലം നമ്മുടെ എന്താ പറയുക മുന്നോട്ടുള്ള യാത്രയിൽ ഇതൊരു വലിയൊരു തടസ്സമായിരിക്കും. എപ്പോഴും ആശുപത്രിയിലേക്ക് പോകാനും കീമോതെറാപ്പി ചെയ്യാനും നമുക്ക് സമയം കിട്ടത്തുള്ളൂ. അപ്പം അതിന് ട്യൂമറിനെ എടുത്ത് കളയാതെ ഈ രാജ്യം രക്ഷപ്പെടില്ല. ഓക്കെ, താങ്ക് യു.